ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീഡ് അലൗഡ് PT എക്സാമിലെ റീഡ് അലൗഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. PT എക്സാമിൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് റീഡ് അലൗഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് സിമ്പിൾ ആണോ? ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, PT എക്സാമിന്റെ ഏറ്റവും ഫസ്റ്റ് ഉള്ള, അതായത് PT എക്സാം തുടങ്ങുമ്പോൾ ഉള്ളത് തന്നെ ആദ്യത്തെ ടാസ്ക് ആണ് ഈ റീഡ് അലൗഡ് എന്ന് പറയുന്നത്. റീഡ് അലൗഡിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. 35 സെക്കൻഡ്സ് ആണ് ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ റിഹേഴ്സൽ ടൈം എന്ന് പറയാം. ബിക്കോസ് ആ 35 സെക്കൻഡ്സ് തരുമ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം, അല്ലേ? നമുക്ക് വായിച്ച് നോക്കാം എങ്ങനെയാണ് എന്നൊക്കെ. നമുക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്ന പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അതിനാണ് ഈ 35 സെക്കൻഡ്സ് തരുന്നത്. പക്ഷെ ഇത് സിംപ്ലി റീഡ് ചെയ്യുക എന്നതാണോ റീഡ് അലൗഡ്? റീഡ് അലൗഡ് എന്ന് കേൾക്കുമ്പോൾ ഉച്ചത്തിൽ വായിക്കുക, അല്ലെ? ജസ്റ്റ് ഉച്ചത്തിൽ വായിച്ചാൽ മതിയോ? അല്ല, അതിന്റെ കോണ്ടന്റ് എന്താണെന്ന് അറിയണം. ഈ കോണ്ടന്റിൽ തന്നെ നമുക്കറിയാം, നമ്മൾ വായിച്ചു വരുമ്പോൾ ആ ഫ്ലോയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ദ ആഡ് ചെയ്യും, ആൻഡ് എ, അനാവശ്യമായിട്ടൊക്കെ ഇങ്ങനെ ആർട്ടിക്കിളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യും. ഇങ്ങനെ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണെങ്കിലും അത് കൗണ്ട് ചെയ്യും. അപ്പൊ സിംപ്ലി റീഡ് ചെയ്യുക എന്നല്ല റീഡ് അലൗഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ റീഡ് അലൗഡിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ്ലി നമുക്ക് ഇതിനൊരു പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞാൽ നമുക്ക് സ്പീക്ക് ചെയ്യണം അഥവാ റീഡ് ചെയ്യണം. ദെൻ റീഡ് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ ആ നെക്സ്റ്റ് കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫാക്ട്സ് എടുക്കുവാണ്. ഓക്കെ, എന്താണ് റീഡ് അലൗഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ 6 to 7 നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ പാരഗ്രാഫിന്റെ എണ്ണം 6 to 7 വരെയൊക്കെ വരാം. ദെൻ സ്കോറിംഗ് നോക്കുമ്പോൾ നമുക്ക് ഈ സ്കോറിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റി, രണ്ടിനും സ്കോറിംഗ് ഈക്വൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ആ സ്കോർ എങ്ങനെയാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നത്? ലൈക്ക് കോണ്ടന്റ്, കറക്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആണോ, ആൻഡ് പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി, ഈ കാര്യങ്ങൾ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് സ്കോർ തരുന്നത്. സോ നമുക്ക് ഈ കോണ്ടന്റ്, പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി ഇത് മൂന്നും എങ്ങനെയൊക്കെയാണ് സ്കോർ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോണ്ടന്റ്. അപ്പൊ നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇതിലെ ഈ കോണ്ടന്റ്, പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി ഇത് മൂന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ കോണ്ടന്റ് നോക്കുവാണെങ്കിൽ അത് തന്നെ നമുക്ക് കുറച്ച് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് ആഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്കും അറിയാതെ ദ, ആൻഡ് എ എന്നൊക്കെ ആഡ് ചെയ്യും. അത് നമ്മുടെ സ്കോറിനെ ബാധിക്കും. സോ ഡോണ്ട് ആഡ് എനി വേർഡ്സ്, ഡോണ്ട് സ്കിപ്പ് എനി വേർഡ്സ്. അതുപോലെ തന്നെ ഒരു വേർഡ്സും നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമുക്ക് ഈ ഒരു പാരഗ്രാഫിന്റെ ഒരു ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. Public health policies are designed to prevent disease, prolong life, and promote well-being through organized community efforts. ഇങ്ങനെയാണ് ആക്ച്വലി ഈ സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ വായിച്ചു വരുമ്പോൾ പബ്ലിക് ഹെൽത്ത് പോളിസീസ് ആർ ഡിസൈൻഡ് ടു പ്രിവെന്റ് ദ ഡിസീസ് ആൻഡ് ദ പ്രൊലോങ് ലൈഫ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ത്രൂ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എഫേർട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ദ, ആൻഡ് എന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി തന്നിരിക്കുന്ന പാരഗ്രാഫ് അല്ല നമ്മൾ വായിച്ചത്, നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ വേർഡ്സും ആഡ് ചെയ്തു. അതുപോലെ തന്നെ വായിക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് പോളിസീസ് ഡിസൈൻ ടു പ്രിവെന്റ് ഡിസീസ്, പ്രൊലോങ് ലൈഫ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ത്രൂ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എഫേർട്ട്. ഇവിടെ ഞാൻ പോളിസീസ് കഴിഞ്ഞ് ആർ എന്നുള്ളതുണ്ട്, അത് ഞാൻ വായിച്ചില്ല, അപ്പൊ ഞാൻ അത് സ്കിപ്പ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പറയുമ്പോൾ പബ്ലിക് ഹെൽത്ത് പോളിസീസ് ആർ ഡിസൈൻ ടു പ്രൊട്ടക്ട് ഡിസീസ്. അപ്പൊ അവിടെ പ്രിവെന്റിന് പകരം ഞാൻ പ്രൊട്ടക്ട് റീപ്ലേസ് ചെയ്തു. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കോണ്ടന്റിന് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടില്ല. സെക്കൻഡ് വൺ, ഓഫ് കോഴ്സ്, പ്രൊനൗൺസിയേഷൻ മാറ്റർ ആണ്, അല്ലെ? സോ പ്രൊനൗൺസിയേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊനൗൺസിയേഷൻ തന്നെ നമുക്ക് അതിൽ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യാം. ലൈക്ക് കൺസണന്റ് ആൻഡ് കൺസണന്റ് ക്ലസ്റ്റേഴ്സ്, വവൽസ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കൺസണന്റിൽ നമുക്കറിയാം ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, അങ്ങനെ അങ്ങനെ തുടങ്ങുന്നതാണല്ലോ കൺസണന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കൺസണന്റ് വായിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ലൈക്ക് ബ, സ,
ഡ, എഫ്, ഗ. ഓക്കെ, ലൈക്ക് ആ സൗണ്ട് നമ്മുടെ സ്കോറിനെ ബാധിക്കും. അതുപോലെ തന്നെ കൺസണന്റ് ക്ലസ്റ്റർ. കൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 കൺസണന്റ് ഒരു വേർഡിൽ തന്നെ വരുന്നതാണ് കൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പബ്ലിക്, പബ്ലിക്, BL, പബ്ലിക്കിന്റെ BL കൺസണന്റ് ക്ലസ്റ്റർ ആണ്. ദെൻ ഹെൽത്ത്, ഹെൽത്തിൽ തന്നെ LTH 3 കൺസണന്റ് ടുഗദർ വരുന്നതാണ്. സോ ഹെൽത്ത് ഒരു കൺസണന്റ് ക്ലസ്റ്റർ ആണ്. ഏതാണ് കൺസണന്റ് ക്ലസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് വോവൽസ്. വോവൽസ് വരുമ്പോഴത്തേക്കും വോവൽസിന്റെ സൗണ്ട് എങ്ങനെയാണ്? ലൈക്ക് AEIOU ഇതാണ് വോവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? അത് തന്നെ വോവൽസിൽ തന്നെ എന്താ ഷോർട്ട്, ലോങ് ആൻഡ് പിന്നെ വരുന്നത് കമ്പൈൻഡ് വോവൽസ്. ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പൈൻഡ് വോവൽസ് അറിയാൻ നമ്മൾ ഒരു വേർഡിൽ 2 വോവൽസ് ഒരുപോലെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ബോയ്, BOY, ദാറ്റ് OY എന്ന് പറയുന്നത് കമ്പൈൻഡ് വോവൽസ് ആണ് അല്ലെ? ഓ സൗണ്ട് ഓയ് എന്ന് വരും. ദെൻ അങ്ങനെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഓക്കെ, അതാണ് കമ്പൈൻഡ് വോവൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും നേരം കോണ്ടന്റും പ്രൊനൗൺസിയേഷനും കവർ ചെയ്തു. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഓറൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഓറൽ ഫ്ലുവൻസിയിൽ അറിയാനൊക്കെ വേർഡ് സ്ട്രെസ്, സെന്റൻസ് സ്ട്രെസ്, നമ്മൾ എങ്ങനെയാണ് വേർഡിന് സ്ട്രെസ് ചെയ്യുന്നത്, അതാണ് ഓറൽ ഫ്ലുവൻസിയിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വേർഡ് സ്ട്രെസ് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ആ സെയിം സെന്റൻസ് എടുക്കുവാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് പോളിസി ആർ എന്ന് തുടങ്ങുന്ന ആ സെന്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. പബ്ലിക്, ആ ഒരു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ആ സ്ട്രെസ് ചെയ്യേണ്ട എവിടെയാണ് എന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ മീനിങ് തന്നെ മാറിപ്പോകും. ഓക്കെ, അതുകൊണ്ടാണ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ആ സെന്റൻസ് സ്ട്രെസ് കറക്റ്റ് ആയിട്ട് തന്നെ എവിടെ സ്ട്രെസ് ചെയ്യണം എന്ന് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ദെൻ കണക്റ്റഡ് സ്പീച്ച്. കണക്റ്റഡ് സ്പീച്ച് ഫോർ എക്സാമ്പിൾ സെയിം സെന്റൻസ് തന്നെ നമുക്ക് എടുക്കാം. ആ സെന്റൻസിൽ നോർമലി ആ സെന്റൻസിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് പോളിസീസ് ആർ ഡിസൈൻഡ് ടു പ്രിവെന്റ് ഡിസീസസ്, പ്രൊലോങ് ലൈഫ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ത്രൂ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എഫേർട്സ്. പകരം ഇനി ഞാൻ വായിക്കുന്ന രീതിയാണ് എങ്കിൽ പബ്ലിക് ഹെൽത്ത് പോളിസീസ് ആർ ഡിസൈൻഡ് ടു പ്രിവെന്റ് ഡിസീസ്, പ്രൊലോങ് ലൈഫ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ത്രൂ ഓർഗനൈസ്. ടു പ്രിവെന്റ് എന്നതിന് പകരം ടു പ്രിവെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കണക്റ്റഡ് സ്പീച്ച്. അപ്പൊ അതിന്റെ മീനിങ് ഡിഫറെന്റ് ആവും. ഓക്കെ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എന്താണോ അതിന്റെ മീനിങ് അത് നമുക്ക് കൺവേ ആവണമെന്നില്ല. അതാണ് കണക്റ്റഡ് സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഓറൽ ഫ്ലുവൻസിയിൽ തന്നെയുള്ള തേർഡ് പോയിന്റ് ആണ് പോസിങ്. എവിടെ പോസ് ചെയ്യണം നമുക്കറിയാം. കോമ പോസ്, ഫുൾ സ്റ്റോപ്പ് വരുമ്പോൾ പോസ് ചെയ്യണം. ആൻഡ് സെന്റൻസിൽ ഓരോ വേർഡിന്റെയും ഇടയ്ക്ക് അല്ലെ, നമ്മൾ ഓരോ വേർഡും പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മൈന്യൂട്ട് പോസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനാണ്? കറക്റ്റ് ആയിട്ടുള്ള മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് പോസ് നമ്മൾ ഇടണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ റിതം. ഓറൽ ഫ്ലുവൻസിലുള്ളതാണ് റിതം. റിതം എന്ന് കേൾക്കുമ്പോൾ ലൈക്ക് മ്യൂസിക്കിന്റെ റിതം ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. സെയിം വേ റിതം എന്ന് പറയുന്ന സെയിം റിതം, ഒരു മീനിങ്ങേ ഉള്ളൂ റിതത്തിന്. അത് ഓറൽ ഫ്ലുവൻസിയിൽ റിതം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെന്റൻസ് സ്ട്രെസ്സും വേർഡ് സ്ട്രെസ്സും കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ റിതവും തെറ്റിപ്പോകും അല്ലെ? ആ ഒരു കറക്റ്റ് റിതത്തിലല്ല എങ്കിൽ ഇതെല്ലാം മീനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. കറക്റ്റ് മീനിങ് കേൾക്കുന്ന ആൾക്ക് കൺവേ ആവാവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇത്രയും ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും നിങ്ങൾ ചെയ്യുന്ന റീഡ് അലൗഡിന്റെ സ്കോർ കിട്ടുന്നത്. ഓക്കെ, സ്കോർ നിങ്ങൾക്ക് എന്തോരം സ്കോർ ചെയ്യും എന്നതൊക്കെ ഈ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്താണ്. അപ്പൊ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.